പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജസ് PSCയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് സയൻസിൻ്റെ ക്വിക്ക് റിവിഷൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. 20 ചോദ്യങ്ങളാണ് നമ്മൾ പറയാനും നമ്മൾ അതിനെ വിശദീകരിക്കാനും ഉദ്ദേശിക്കുന്നത്. 2023 9ാം മാസം നടന്ന ക്വസ്റ്റ്യൻ കോഡ് 166/2023 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡിൽ നടന്ന ഒരു പരീക്ഷയുടെ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് സയൻസിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരാം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? പെരികാർഡിയം നമുക്ക് എല്ലാവർക്കും അറിയാം. കാർഡിയോളജി, സ്റ്റഡി ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. പെരികാർഡിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി നമുക്ക് ഈ ചോദ്യത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ ചോദ്യത്തിന്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് ഏകദേശം എത്ര ഭാരമുണ്ടാകും എന്ന് ചോദിച്ചാൽ ഏകദേശം 300 ഗ്രാം ഭാരമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് ഈ പെരികാർഡിയം എന്ന് പറയുന്നത് ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന 3 സ്തരങ്ങളുള്ള 3 സ്തരപാളിയാണ്. ഒരു 3 ലെയർഡ് മെംബ്രെയിൻ ആണ്. ഹാർട്ടിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഒരു 3 ലെയർഡ് മെംബ്രെയിൻ ആണ് പെരികാർഡിയം എന്ന് പറയുന്നത്. ഇതിനകത്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. എന്താണുള്ളത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത് ഇതിനകത്താണ്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഷോക്കുകളിൽ നിന്നൊക്കെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഹൃദയത്തിന് ആവശ്യമായ മിനറലുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതേപോലെ ഹൃദയത്തിന് ഇതേപോലൊരു ആവരണം ഉണ്ടല്ലോ പെരികാർഡിയം. അതേപോലെ ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഒരു സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് പ്ലൂറ എന്ന് പറയും. ഇതൊരു ഇരട്ട സ്ഥലമാണ്. ഇവിടെ 3 സ്ഥലപാളി ഉണ്ടെങ്കിൽ ഈ ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന പ്ലൂറ എന്ന് പറയുന്നത് ഇതൊരു ഇരട്ട സ്ഥലമാണ് എന്ന് പറയാം. ഇനി ശ്വാസകോശവും ഔരാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്ന ഒരു ദ്രാവകം ഈ പ്ലൂറയ്ക്കകത്തുണ്ട്. ഇതിനെ പ്ലൂറ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറ ദ്രാവകം എന്നാണ് അറിയപ്പെടുന്നത്. ശ്വാസകോശത്തിന്റെ അകത്താണ്. ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശ്വാസകോശത്തിന്, നമ്മുടെ ഹൃദയത്തെ നോക്കുകയാണെങ്കിൽ ഹൃദയത്തിന് പൊതുവായി 4 അറകളാണുള്ളത്. 2 വെൻട്രിക്കിളും 2 ഓറിക്കിളും 2 വെൻട്രിക്കിളും ഉണ്ട് ഹൃദയത്തിന്. 4 അറകളും 4 വാൽവുകളും ആണ് ഹൃദയത്തിനുള്ളത്. ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം 4 ആണ്, അറകളുടെ എണ്ണം 4 ആണ്. മറന്നു പോകരുത്, ഹൃദയം മനുഷ്യ ശരീരത്തിലെ പമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം എന്നാണ് ഹൃദയത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന ഈ ആവരണം അറിയപ്പെടുന്നത്. പെരികാർഡിയത്തിന് എത്ര 3 സ്തരപാളിയാണ് എന്നുകൂടി നന്നായിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. അത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 2ാമത്തെ ചോദ്യം. ഓക്കെ, അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏത്? ഇത് ആക്ച്വലി ഈ ചോദ്യം ക്യാൻസൽ ചെയ്തെങ്കിലും ഈ പരീക്ഷയ്ക്ക് ഈ ചോദ്യത്തെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എങ്കിലും നമുക്കിതിൻ്റെ ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കി വരാം. എന്തൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് എന്ന് നോക്കാം. അതായത് വായുവിലൂടെ പകരാത്ത രോഗം ഏത് എന്നാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ ലിസ്റ്റ് നമ്മൾ ആദ്യം പഠിക്കണം. ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗമാണ്. വസൂരി വായുവിലൂടെ പകരുന്ന രോഗമാണ്. ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ്. അഞ്ചാം പനി വായുവിലൂടെ പകരുന്ന രോഗമാണ്. അതേപോലെ ആന്ത്രാക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ്.
ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസ, അതേപോലെ തന്നെ സാർസ്, അതേപോലെ തന്നെ ജലദോഷം വായുവിലൂടെ പകരുന്ന രോഗമാണ്. മുണ്ടിനീര് വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഡിഫ്തീരിയ വായുവിലൂടെ പകരുന്ന രോഗമാണ്. വില്ലൻ ചുമ ഇതും വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഇതെല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് പിള്ളേരെ. അപ്പം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഇതെല്ലാം. ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഡിഫ്തീരിയ വായുവിലൂടെ പകരുന്ന രോഗമാണ്, അല്ലെ? ഇത് ഈ ചിക്കൻ ബോക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ്. എന്നാൽ കുഷ്ഠം ഈ ലിസ്റ്റിനകത്തില്ല. കുഷ്ഠം എന്ന് പറയുന്നത് വായുവിലൂടെ പകരുന്ന ഒരു രോഗം അല്ല. ഓക്കെ, കുഷ്ഠം എന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്. അപ്പൊ ഇതാണ് ഉത്തരമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കുഷ്ഠമാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കുഷ്ഠം സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ്, വായുവിലൂടെ പകരുന്ന രോഗമല്ല. അതേപോലെ എബോള എന്ന് പറയുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. ഇനി ലൈംഗികം സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ മാത്രമേ പകരൂ, അങ്ങനെയുള്ള ഒരു രോഗം ഏതാണ്? അതാണ് ഗൊണേറിയ സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ മാത്രം പകരും, ഗൊണേറിയ. അതേപോലെ തന്നെ സിഫിലിസ് അത് സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗമാണ്. എയ്ഡ്സും സെക്ഷുവൽ കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗം ആണ്. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ, ഇതെല്ലാം ഏതിലൂടെ പകരുന്ന രോഗങ്ങളാണ്? ഇതെല്ലാം സെക്ഷുവൽ കോണ്ടാക്ട്, ഇത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കോളറ ജലത്തിലൂടെ പകരും. ടൈഫോയിഡ് ജലത്തിലൂടെ പകരും. എലിപ്പനി ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് ജലത്തിലൂടെ പകരും. അതേപോലെ തന്നെ വയറുകടി ജലത്തിലൂടെ പകരുന്ന രോഗമാണ്. പോളിയോമൈലറ്റിസ് ഇതെല്ലാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ തന്നെ വയറുകടി, അതേപോലെ പോളിയോമൈലറ്റിസ് ഇതെല്ലാം ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് എന്ന് ഓർത്തു വെക്കണം. കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതെപ്പോഴും ഈ ഒരു സീരീസിനകത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം, ഈ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന ടോപ്പിക്ക് ഗംഭീരമായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അടുത്തത് ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട്. ജീവകം എ എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമെന്ന് ചോദിച്ചാൽ പറയണം. കണ്ണ്, ത്വക്ക്, കോശങ്ങൾ ഇവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് എന്താ ഉണ്ടാകാൻ പോണേ? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് കണ്ണിന് കുഴപ്പമുണ്ടാകും, നിശാന്തത, രാത്രി നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന രോഗമുണ്ടാകും. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയണം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇതിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, ഇനി വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് നിശാന്തത ഉണ്ടാകും. എന്ന് വെച്ചാൽ എന്താ നിശാന്തത എന്ന് പറഞ്ഞാൽ? മങ്ങിയ പ്രകാശത്തിൽ വ്യക്തതയില്ല, മങ്ങിയ പ്രകാശത്തിൽ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. എന്നാൽ വൈറ്റമിൻ ബിയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം, എന്തെന്ന് ചോദിച്ചാൽ പറയണം? വായ്ക്കകത്തുണ്ടാകുന്ന വ്രണങ്ങൾ, വായ്പുണ്ണെന്ന് പറയാം. വായ്പുണ്ണ് വൈറ്റമിൻ ബിയുടെ, ബി കോംപ്ലക്സ് ആണ് എങ്കിലും വൈറ്റമിൻ ബിയുടെ ബി ആയിട്ടുള്ള കോംപ്ലക്സ് വൈറ്റമിൻ ഇല്ലെങ്കിൽ വായ്ക്കകത്ത് പുണ്ണുണ്ടാകും. ഓക്കെ, മുറിവുണ്ടാകും, വായ്പുണ്ണ് എന്ന് പറയും. വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണത്. വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ് അല്ലെങ്കിൽ കണരോഗം. കുട്ടികളിലാണ് കണരോഗം ഉണ്ടാകുന്നത്. മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന രോഗമുണ്ടാകും വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട്. ഇനി ഇരുമ്പ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇരുമ്പ് എന്ന് പറയുന്ന മിനറലിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്ന് പറയുന്ന രോഗമുണ്ടാകും. ഇരുമ്പ് കുറഞ്ഞു പോയാൽ രക്തക്കുറവ് ഉണ്ടാകും, രക്തം ഊറാത്ത അവസ്ഥ ഉണ്ടാകും. നല്ല രീതിയിൽ ഇലക്കറികൾ കഴിക്കുക, പ്രത്യേകിച്ച് മുരിങ്ങയില കഴിക്കുക എന്നുള്ളതാണ്. അയഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം, അയഡിൻ ഒരു മിനറലാണ്. അയഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊണ്ടയിലൊരു മുഴ വരും. ഇതെല്ലാം അയഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് 4-ാമത്തെ ചോദ്യം, 64-ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ,
ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എടാ, നമ്മളിതിപ്പോൾ 64ാമത്തെ ചോദ്യമായി. ബാക്കിയുള്ള എല്ലാ പാർട്ടും നിങ്ങൾ കണ്ടല്ലോ അല്ലേ? എല്ലാ പാർട്ടും കണ്ടല്ലോ. ഈ 64 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തറവാണോ? ഏറ്റവും നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പഠിക്കണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കി പഠിക്കണം. 64 ചോദ്യം, നമുക്ക് 200 250 ചോദ്യം പഠിച്ചാൽ അത് മതി. മനസ്സിലായോ? അപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ ടാർട്രസിനാണ്. മഞ്ഞ നിറം നൽകുന്ന വസ്തുവാണ് ടാർട്രസിൻ. എർത്രോസിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് കേൾക്കാം. ടാർട്രസിനാണ് ഭക്ഷ്യവസ്തുക്കളിൽ എന്ത് നിറം നൽകുന്നത്? മഞ്ഞ നിറം നൽകുന്നത്. മഞ്ഞ നിറം നൽകുന്നത് ടാർട്രസിൻ മാത്രമല്ല, സൺസെറ്റ് യെല്ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണ് സൺസെറ്റ് യെല്ലോ? സൺസെറ്റ് യെല്ലോ എന്ന് പറയുന്നതും മഞ്ഞ നിറം കൊടുക്കുന്ന രാസവസ്തുവാണ്. സൺസെറ്റ് യെല്ലോയും അതേപോലെ തന്നെ ടാർട്രസിൻ ഇത് രണ്ടും തന്നെ എന്ത് നിറമാണ് കൊടുക്കുന്നത്? യെല്ലോ കളറാണ് കൊടുക്കുന്നത്. യെല്ലോ നിറമാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് എറിത്രോസിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട്. അതേപോലെ തന്നെ കാർമോയ്സിൻ. ഓക്കെ, കാർമോയ്സിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ പ്രോൺസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പ്രോൺസി 4R എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതെല്ലാം കൊടുക്കുന്ന കളർ റെഡ് ആണ്. പഠിച്ചു വെക്കണേ. എറിത്രോസിൻ, കാർമോയ്സിൻ, പ്രോൺസി 4R ഇതെല്ലാം റെഡ് കളറാണ്. ഇൻഡിഗോ കലമൈൻ, ഇത് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻഡിഗോ ഓക്കെ, ഇൻഡിഗോ കാൽമൈൻ ഏത് നിറമാണെന്ന് ചോദിച്ചാൽ ബ്ലൂ ആണെന്ന് പറയണം. ബ്രില്യൻ്റ് ബ്ലൂ, അത് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ? ബ്രില്യൻ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട്. ഇതെല്ലാം കൊടുക്കുന്നത് ബ്ലൂ കളറാണ് എന്ന് പറയാം. ബ്ലൂ ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഫാസ്റ്റ് ഗ്രീൻ എന്ന് പറയും. ഫാസ്റ്റ് ഗ്രീൻ ഏത് നിറമാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആ പേര് തന്നെ ഉണ്ട്, പച്ച നിറമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ ഇത് രണ്ടും യെല്ലോ കളറാണ് ആഹാരപദാർത്ഥങ്ങൾക്ക് കൊടുക്കുന്നത്. എർത്രോസിൻ, കാർമോയ്സിൻ, പ്രോൺസി 4R ഇതെല്ലാം കൊടുക്കുന്നത് റെഡ് കളറാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇൻഡിഗോ കാൽമൈൻ, ബ്രില്യൻ്റ് ബ്ലൂ ഇത് ബ്ലൂ കളറാണ്. ഫാസ്റ്റ് ഗ്രീൻ കൊടുക്കുന്നത് പച്ച നിറമാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 5ാമത്തെ ചോദ്യം, നമ്മൾ ടോട്ടലി പഠിപ്പിക്കുന്ന 65ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാം, കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. തെന്മലയിലാണ്, കൊല്ലം ജില്ലയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കുഞ്ഞു വിവരണം നമുക്ക് കേട്ടിട്ട് വരാം. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സ്ഥലമാണ് തെന്മല. ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയ സ്ഥലം ആണ് തെന്മല എന്ന് പറയുന്നത്. ഓക്കെ, തെന്മല എന്ന് പറയുന്നത് ആദ്യത്തെ ഇക്കോ ടൂറിസം നടപ്പിലാക്കിയ സ്ഥലമാണ് തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും തെന്മലയാണ്. അത് നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 2008 എന്ന് പറയണം. 2008 ഈ പറയുന്ന ഈ ഒരു ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിൽ സ്ഥാപിതമാകുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മലയിൽ വന്ന വർഷം 2008. ഇനി നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ, അതായത് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അത് 1984 1984 നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാറിൽ വരുന്നത് 1984. 84 നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. ഓക്കെ, കേരളത്തില് പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. റീഡ് തവളകൾ കേട്ടിട്ടുണ്ടോ? റീഡ് തവള എന്ന് പറയും. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം എന്ന് പറഞ്ഞാൽ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്.
ബട്ടർഫ്ലൈ സവാരി പാർക്ക് ഏഷ്യയിൽ ആദ്യത്തേത് അത് തെന്മലയിലാണ്. 2008 അത് നിലവിൽ വന്നത്. ചിന്നാർ എന്താണ്? നക്ഷത്രാമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ എന്ന് പറയുന്നത്. 1984 ഇത് നിലവിൽ വന്നത്. അതേപോലെ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം എന്ന് പറയുന്ന ഒരു പ്രദേശം. ഓക്കെ, സെറ്റാണ് നമ്മൾ സെറ്റാണ്. ഓക്കെ, അപ്പം തെന്മലയെ കുറിച്ചുള്ള ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും PSC പരീക്ഷകൾ വരുന്നതാണെന്ന് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ മാർക്കാക്കി എടുക്കണേ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. പപ്പായയുടെ ജന്മദേശം ഏതാണ്? പപ്പായയുടെ ജന്മദേശം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അമേരിക്കയാണ്. പപ്പായയുടെ ജന്മദേശം എവിടെയെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. അപ്പം ഇതിന്റെ ഒരു കുഞ്ഞ് എക്സ്പ്ലനേഷൻ നമുക്ക് കേട്ട് വരാം. പപ്പായയുടെ ജന്മദേശം പഠിച്ചു വെച്ചേക്കണം. പപ്പായ എവിടെയാന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ഇനി അമേരിക്ക എന്ന് പറയുന്നത് പപ്പായ മാത്രമല്ല, കൈതച്ചക്ക. ഓക്കെ, കൈതച്ചക്ക, അതേപോലെ തന്നെ മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് കേട്ടോ. മരച്ചീനിയുടെ ദേശവും അമേരിക്കയാണ്. തക്കാളി അമേരിക്കയാണ് കേട്ടോ. തക്കാളിയുടെ ജന്മദേശം അമേരിക്കയാണ്. ഉരുളക്കിഴങ്ങ് അമേരിക്കയാണ്. അതേപോലെ പച്ചമുളക്, ഓക്കെ, പച്ചമുളക് അമേരിക്കയാണ്. പേരയ്ക്ക അമേരിക്കയാണ്. പപ്പായ നമ്മളിപ്പോൾ പറഞ്ഞു, പപ്പായ അമേരിക്കയാണ്. കാപ്പിയുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇത്രയും സാധനങ്ങളുടെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണ്? അമേരിക്കയാണ്. കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ, കാപ്പി, ഇത്രയും. പക്ഷേ നിങ്ങൾ കേൾക്കണം, തേയിലയുടെ ജന്മദേശം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം. തേയിലയുടെ ജന്മദേശം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ചൈനയാണ്. തേയിലയുടെ ജന്മദേശം എന്ന് പറയുന്നത് ചൈനയാണ്. അതേപോലെ ക്യാബേജിന്റെ ജന്മദേശം എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം യൂറോപ്പാണ്. ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ്. അതേപോലെ റബ്ബർ, അതേപോലെ കശുമാവ്, ഇതിന്റെയൊക്കെ ജന്മദേശം എവിടെയാന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമ്മൾ എന്ത് പറയേണ്ടത്? ബ്രസീൽ എന്ന് ഉത്തരം പറയേണ്ടത്. റബ്ബറിന്റെയും കശുമാവിന്റെ ഒക്കെ ജന്മദേശം എന്ന് പറയുന്നത് ബ്രസീലാണ്. മറന്നു പോവരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. പപ്പായയുടെ ജന്മദേശം മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, ഇത്രയും സാധനങ്ങളുടെ ജന്മദേശം നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ക്ലിയർ കൊടുക്കുന്നു. അടുത്തതിലോട്ട് വരുന്നു. നെൽച്ചെടിയുടെ പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിന് നമ്മൾ പോളിനേഷൻ എന്ന് പറയണം അല്ലെ? പരാഗണം എന്ന് പറയുന്നത്. പരാഗണത്തിന് പല കാരണങ്ങളുണ്ട്. നെൽച്ചെടിയുടെ കാര്യം എടുത്താൽ അതിന് പരാഗണകാരി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം കാറ്റാണ്. കാറ്റിലൂടെയാണ് നെൽച്ചെടികളിലെ പരാഗണം നടക്കുന്നത്. കാറ്റിലൂടെയാണ്. ഓക്കെ, എന്നാൽ നെല്ലില് മാത്രമല്ല. ഓക്കെ, നിങ്ങൾ കേട്ടോണം. നെല്ല്, ഗോതമ്പ്, ഓക്കെ, ചോളം, നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്, നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്, ഇതെല്ലാം കാറ്റിലൂടെയാണ് പരാഗണം നടക്കുന്നത്. അപ്പൊ കാറ്റിലൂടെ പരാഗണം നടക്കുന്നത് നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്. ഓക്കെ, എന്നാൽ കുരുമുളക് ചെടിയുടെ കാര്യമെടുത്താൽ കുരുമുളക് എടുത്തു കഴിഞ്ഞാൽ അതില് ജലമാണ് പരാഗണകാരി ഏതെന്ന് ചോദിച്ചാൽ ജലമാണ് എന്ന് നമ്മൾ ഉത്തരം പറയണം. ജലമാണ് കുരുമുളകിന്റെ കേസിൽ പരാഗണകാരി. അപ്പോ ഇത് രണ്ടും ഓർത്തു വെക്കണം. ജലം എന്ന് പറയുന്നത് ജലം പരാഗണകാരി ആകുന്നത് കുരുമുളകിന്റെ കാര്യത്തിലാണ്. എന്നാൽ നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് ഇതെല്ലാം പരാഗണകാരി എന്ന് പറയുന്നത് കാറ്റാണ്, വിൻഡാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി കേരളത്തിൽ വൻ നാശം വരുത്തിയ ഓഗി ഭയങ്കരമായ ഒരു കാറ്റാണ് അല്ലെ? ഓഗി ദുരന്തം ഉണ്ടായതെന്നാണ്. തീരപ്രദേശങ്ങളെയാണ് കൂടുതലായിട്ട് ബാധിച്ചത്. അതെന്നാണ് ഈ ഓഗി ദുരന്തം ഉണ്ടായത്? ഈ കാറ്റുകളുടെ ഈ ദുരന്തങ്ങൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ 2017 നവംബർ 29 ഓഗി എന്ന് പറയുന്ന ഒരു കാറ്റ്. ഒരുപാട് ജീവനുകൾ എടുത്തുകൊണ്ടുപോയി ഈ കാറ്റ്. അപ്പോൾ അത്രയും ഭയാനകമായ ഒരു കാറ്റാണത്. ഓഗി ദുരന്തം 2017 നവംബർ 29 എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ
ബംഗാൾ ഉൾക്കടലിൽ 2023 മെയ് മാസം 2023 മെയ് മാസം ഒരു ചുഴലിക്കാറ്റുണ്ടായി 2023 മെയ്യിൽ. അപ്പോൾ അത് ഏതാ ചുഴലിക്കാറ്റിന്റെ പേരെന്തായിരുന്നു? മോഗ. മോഗ എന്ന് പറഞ്ഞ ചുഴലിക്കാറ്റ്. ഇത് ബംഗാൾ ഉൾക്കടലിലാണ് ഇത് വീശിയടിച്ചത്. ബംഗാൾ ഉൾക്കടലിലാണ് വീശിയടിച്ചത്. ഇതിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ യമൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഒരു കാറ്റ് വരുമ്പോഴത്തേക്ക് ഓരോ രാജ്യങ്ങൾ അതിന് പേര് കൊടുക്കും. അങ്ങനെ ഈ പേര് കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ പറയണം അത് യമൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് പേര് കൊടുത്തത്. അതേപോലെ തന്നെ 2023 ജൂൺ മാസം, ഇതേ സെയിം വർഷം ജൂൺ മാസം വേറൊരു കാറ്റ് വന്നു. അതിന്റെ പേരാണ് ബിപ്പോർ ജോയ്. ബിപ്പോർ ജോയ് എന്ന് പറയുന്ന ഒരു കാറ്റ്. ബിപ്പോർ ജോയ്. ബിപ്പോർ ജോയ് എന്ന് പറയുന്ന ഒരു കാറ്റ് ഇത് അറബിക്കടലിലാണ് വീശിയത്. അറബിക്കടലിലാണ് വീശി അടിച്ചത്. ഇതിന് പേര് കൊടുത്ത രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം അത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശാണ് ബിബർ ജോയ് എന്ന് പറയുന്ന പേര് കൊടുത്ത 2023 ഏറ്റവും പ്രധാനപ്പെട്ട 2 കാറ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 2023 മെയ് മാസം വീശിയടിച്ചു. ബംഗാൾ ഉൾക്കടലിലാണ് ഈ കാറ്റ് വീശിയടിച്ചത്. മോഗ എന്നാണ് കാറ്റിന്റെ പേര്. ആ മോഗ എന്ന് പറയുന്ന കാറ്റിന് പേര് കൊടുത്തത് യമൻ എന്ന് പറയുന്ന രാജ്യമാണ്. 2023 ജൂൺ മാസം വീണ്ടും ഒരു കാറ്റുണ്ടാവുന്നു. അറബിക്കടലിലാണ്. ബിപ്പോർ ജോയ് എന്നാണ് കാറ്റിന്റെ പേര്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമാണ് ആ കാറ്റിന് അങ്ങനെ പേര് കൊടുത്തത്. 2022 ഡിസംബർ മാസം വീണ്ടും ഒരു കാറ്റ് വരുന്നു. അതിന്റെ പേരാണ് മാൻഡോസ്. മാൻഡോസ് എന്നാണ് കാറ്റിന്റെ പേര്. മാൻഡോസ് എന്നാണ് കാറ്റിന്റെ പേര്. ഈ കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് ഉണ്ടായത്. ബംഗാൾ ഉൾക്കടലിലാണ്. മാൻഡോസ് എന്ന പേര് കൊടുത്തത് UAE ആണ്. UAE ആണ് ഈ കാറ്റിന് ഇങ്ങനെ പേര് കൊടുത്തത്. അതേപോലെ 2022 തന്നെ ഒക്ടോബറിൽ വീണ്ടും ഒരു കാറ്റുണ്ടാകുന്നു. ഈ ഒക്ടോബറിൽ ഉണ്ടാകുന്ന കാറ്റും ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് ഉണ്ടായത്. ഇതിന് പേര് ഇങ്ങനെയായിരുന്നു, സിട്രാങ് എന്നാണ്. സിട്രാങ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തത് തായ്ലാന്റ് രാജ്യമാണ്. തായ്ലാന്റ് എന്ന് പറയുന്ന രാജ്യമാണ് ഇതിന് അങ്ങനെ പേര് കൊടുത്തത്. 2022 ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു കാറ്റായിരുന്നു 2022 മറ്റൊരു കാറ്റായിരുന്നു മെയ് മാസം ഉണ്ടായ കാറ്റ്. മെയ് മാസം. അതിന്റെ പേര് അസാനി എന്നാണ്. അംബാനി എന്നല്ല, അസാനി എന്നാണ് ആ കാറ്റിന്റെ പേര്. ബംഗാൾ ഉൾക്കടലിലാണ് അടിച്ചത്. അതിന് പേര് കൊടുത്തത് ശ്രീലങ്കയാണ്. ഇത് ഏറ്റവും സമീപകാലത്തുണ്ടായ കാറ്റുകളാണ് ഇതെല്ലാം. ഈ കാറ്റുകൾ മോഗയും അതേപോലെ ബിപ്പോർ ജോയിയും മാൻഡോസും സിട്രാങ്ങും അസാനിയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാറ്റുകളാണ്. ഏത് പ്രദേശത്താണ് ആ കാറ്റടിച്ചത്, ആരാണ് ആ കാറ്റിന് പേര് കൊടുത്തത്, ഇതൊക്കെ PSC എപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. നന്നായി പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് തന്നെയാണ്. ചന്ദ്രശങ്കര എന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര എന്നത് തെങ്ങ്. ചന്ദ്രശങ്കര എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, തെങ്ങാണ് കേട്ടോ. അതേപോലെ നെല്ല് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 നെല്ലാണ് ഞാൻ ഇവിടെ പറയുന്നത്. പവിത്ര, ഓക്കെ, ഹ്രസ്വ, അന്നപൂർണ ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അന്നപൂർണ, ഇത് 3ഉം പ്രധാനപ്പെട്ട നെല്ലിലെ സങ്കര ഇനങ്ങളാണ്. പയറുണ്ടല്ലോ, പയറിൽ വരുന്നതാണ് ലോലമായ പയർ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, അതേപോലെ തന്നെ ഭാഗ്യലക്ഷ്മി, അതേപോലെ തന്നെ ജ്യോതിക, ഇതെല്ലാം തന്നെ പയറിലെ സങ്കര ഇനങ്ങളാണ്. പച്ചമുളക് നമ്മൾ നേരത്തെ തന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഒരിക്കൽ കൂടെ പറയുന്നേ ഉള്ളൂ. ഉജ്ജ്വല പച്ചമുളകാണ്. ജ്വാലാമുഖി, അതേപോലെ തന്നെ അനുഗ്രഹ, ഇതെല്ലാം പച്ചമുളകിന്റെ സങ്കര ഇനങ്ങളാണ്. അതേപോലെ പിന്നെന്താ പറയേണ്ടത്, വഴുതനയിൽ വരുന്നതാണ് സൂര്യ വഴുതനയിൽ വരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ശ്വേത, ഹരിത, നീലിമ, ഇതെല്ലാം വഴുതനയിലേതാണ്. തക്കാളിയിൽ വരുന്നതാണ്. തക്കാളി അമേരിക്കയാണ് ജന്മദേശം. തക്കാളി വരുന്നതാണ് മുക്തി, അതേപോലെ അനഘ, അതേപോലെ അക്ഷയ, ഇതെല്ലാം അതിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഇത്രയും സങ്കര ഇനങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഇത് മാത്രമല്ല എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, കേരള കാർഷിക സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ മണ്ണുത്തി ആണെന്ന് പറയണേ. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയാണ്. മണ്ണുത്തി എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, അതുപോലെ കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം
കിഴങ്ങ് ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ്, ശ്രീകാര്യത്താണ്. CTCRI എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര്. ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രം. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച്, സ്പൈസസ് റിസർച്ച് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടാണ് എന്ന് പറയണം. കോഴിക്കോട്. ഓക്കെ. റബ്ബർ. ഓക്കെ. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. തോട്ടവിള ഒരു ആവർത്തന ചോദ്യമാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ് എന്ന് ഉത്തരം പറയണം. കാസർഗോഡാണ് എന്ന് ഉത്തരം പറയണം. ഓക്കെ. അതേപോലെ തന്നെ സങ്കര ഇനം തെങ്ങുകൾ എടുത്താൽ, എപ്പോഴത് SCERT പുസ്തകത്തിലുള്ളതാണ്. സങ്കര ഇനം തെങ്ങുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഐറ്റമാണ് ചന്ദ്രലക്ഷ എന്ന് പറയും. ഓക്കെ. ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ചും ക്രോസിംഗ്. ചാവക്കാട് ഓറഞ്ചും അതേപോലെ തന്നെ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും മിക്സിംഗ് ആണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്ന ഒരു സങ്കര ഇനം തെങ്ങ്. അതേപോലെ ചന്ദ്രശങ്കര എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണം, ചന്ദ്രശങ്കര. അതെന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചിനെയും അതേപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ടോളും ചാവക്കാട് ഓറഞ്ചിന്റെയും ക്രോസ് ആണ് ചന്ദ്രശങ്കര. അതുപോലെ തന്നെ വേറൊരു തെങ്ങിന്റെ സങ്കര ഇനമാണ് ലക്ഷഗംഗ എന്ന് പറയും. ലക്ഷഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോണ്ടം ഇതിന്റെയും കൂടെ ഒരു മിക്സിംഗ് ആണ് ലക്ഷഗംഗ എന്ന് പറയുന്നത്. മൂന്നും തെങ്ങിൽ നിന്ന് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളാണ് എന്ന് പറയാം. ഓക്കെ. ഇത് ഇത്രയും വളരെ ഗംഭീരമായിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇത്രയെങ്കിലും പഠിച്ചിട്ട് വേണം നമ്മൾ പോവേണ്ടത്. അടുത്തത് 70ാമത്തെ ചോദ്യം. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഇതില് എവിടെയാണ് കുമ്മായം, ഏത് മണ്ണിലാണ് നമ്മൾ കുമ്മായം ചേർക്കേണ്ടത് എന്നതാണ് ചോദ്യം. ഇവിടെ pH മൂല്യം തന്നിരിക്കുന്നു. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ന്യൂട്രലാണ്. 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്, 10 എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, 14 എന്ന് പറഞ്ഞാലും ഭയങ്കര ബേസ് ആണ്. pH മൂല്യം എന്ന് പറയുന്നത് ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ 0 മുതൽ 14 വരെയുള്ള വാല്യൂ ആണ്. ഇതിൽ 7ന് താഴെ വന്നാൽ ആസിഡാണ്. ഇവിടെ എവനെ നമ്മൾ നോക്കണം. ഈ 3 എന്ന് പറഞ്ഞാൽ ഭയങ്കര ആസിഡാണ്. കുമ്മായം നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ഇവിടെ ഒന്നും കുമ്മായം ചേർത്തിട്ട് കാര്യമില്ല. കുമ്മായം ചേർക്കണം എന്തിനാണ്? ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ടാണ്. കുമ്മായം ചേർക്കുന്നത് നമുക്ക് ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ടാണ്. കുമ്മായം ചേർക്കേണ്ടത് എപ്പോഴും ആസിഡിലാണ്. അപ്പോൾ ആസിഡിന്റെ pH എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഈ മണ്ണിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഈ പറയുന്ന കുമ്മായം ചേർക്കേണ്ടത്. അപ്പൊ കുമ്മായം ചേർക്കേണ്ടത് എവിടെയെങ്കിലും ചേർത്തിട്ട് കാര്യമില്ല, ആസിഡിൽ ചേർക്കണം. അപ്പൊ ഇവിടെയാണ് ചേർക്കേണ്ടത്. ഈ pH എന്ന് പറയുന്നതിനകത്ത് എത്ര വാല്യൂ ഉണ്ട്? 0 മുതൽ 14 വരെയാണ്. 7 എന്തിനെ സൂചിപ്പിക്കുന്നു? 7 ന്യൂട്രലിനെ സൂചിപ്പിക്കുന്നു. 7നേക്കാൾ വാല്യൂ കൂടിയാലോ ബേസിക വീര്യം കൂടും അല്ലെ? 7നേക്കാൾ കൂടിയാൽ. 7നേക്കാൾ കുറഞ്ഞാലോ ബേസിക വീര്യം കുറയും, ആസിഡ് വീര്യം കൂടും. ഇങ്ങോട്ട് പോകുമ്പോൾ ആസിഡിന്റെ വീര്യം കൂടും, ആസിഡ് വീര്യം ഇങ്ങോട്ട് പോകുമ്പോൾ കൂടും. 7 വന്നാൽ ന്യൂട്രൽ എന്നാണ്. 7 വന്നാൽ എന്താണ് അർത്ഥം? ന്യൂട്രൽ എന്നാണ്. ഓക്കെ, അത് മറന്നു പോകരുത്. രക്തത്തിന്റെ pH നമുക്ക് എല്ലാവർക്കും അറിയാം 7.4 ആണ്. മൂത്രത്തിന്റെ pH നമുക്ക് എല്ലാവർക്കും അറിയാം 6 ആണ്. കടൽ ജലം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 8 ആണ്. വിനാഗിരി 2.9 ആണ്. ടൂത്ത് പേസ്റ്റ് 8.7 ആണ്. ത്വക്കാണെങ്കിൽ 5.5 ആണ്. ഇതെല്ലാം ഓർമ്മിച്ച് വെച്ചോണം. ബിയർ ആണെങ്കിൽ 4.5 ആണ്. പാലാണെങ്കിൽ 6.6 ആണ്. ഇതൊക്കെ പ്രധാനപ്പെട്ട pH വാല്യൂസ് ആണ്. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കണം. വെള്ളത്തിന്റെ pH 7 ആണ്, ഓർക്കണം. ഇത് എന്ന് പറയുന്നത് രക്തത്തിന്റെ pH ആണ് 7.4. മൂത്രമാണ് 6. 8 എന്ന് പറയുന്നത് ഏതിന്റെ pH ആണ്? കടൽ ജലം. 2.9 എന്ന് പറഞ്ഞ വിനാഗിരിയുടെ pH ആണ്. 8.7 എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റിന്റെ pH ആണ്. ബിയറിന്റെ pH 4.5 ആണ്. 5.5 ത്വക്കിന്റെ pH ആണ്, നമ്മുടെ സ്കിന്നിന്റെ pH ആണ്. 6.6 പാലിന്റെ pH ആണ്. പാലിന്റെ pH ആണ് 6.6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നല്ലപോലെ ഓർത്ത് വെക്കണം. അടുത്ത നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്
ഓക്കെ, ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ ആണ്, അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിന്റെ എണ്ണം ഒന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുക. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിനെ കൂടാതെ ആരും ഉണ്ട്? ന്യൂട്രോൺ ഉണ്ട്. പക്ഷേ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണിന്റെ എണ്ണമാണ് അതിനെ ആ എലമെന്റ് ആക്കുന്നത്. അപ്പൊ പ്രോട്ടോൺ ആണ് കൃത്യമായ ഉത്തരം. ഒരു മൂലകത്തെ അതാക്കുന്നത് തന്നെ പ്രോട്ടോൺ ആണ്. ഈ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളിന്റെ പേരാണ് ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയും. ഏണസ്റ്റ് റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ, ഏത് എക്സ്പെരിമെന്റ് ആണ്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെയാണ് ഈ ഒരു പ്രോട്ടോണിനെ കണ്ടെത്തിയത്. പ്രോട്ടോണിനെ കണ്ടെത്താൻ ഏണസ്റ്റ് റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ച കണമാണ് ആൽഫ കണം എന്ന് പറയുന്ന ഒരു കണമാണ് ഉപയോഗിച്ചത്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് വ്യക്തിയുടെ പേര്, ഗോൾഡ് ഫോയിൽ എന്നാണ് എക്സ്പെരിമെന്റ് പേര്. അവിടെ ഉപയോഗിച്ച കണത്തിന്റെ പേരാണ് ആൽഫ കണം. ഇദ്ദേഹം പ്രോട്ടോണിനെ കണ്ടെത്തുന്നു. 1908 ഏണസ്റ്റ് റുദർഫോർഡിന് നൊബേൽ സമ്മാനം കിട്ടുന്നത്. ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന കണത്തെയാണ് ആറ്റത്തിന്റെ അറ്റോമിക നമ്പർ. ഒരു ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ അതാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണിന്റെ എണ്ണത്തിന് തുല്യമായി കാണപ്പെടുന്ന മറ്റൊരു കണമാണ് ഇലക്ട്രോൺ. ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ ഉണ്ടാവും. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ജെ തോംസൺ നൊബേൽ സമ്മാനം കിട്ടിയ വർഷം 1906 ക്ലിയർ ആണ്. നല്ലൊരു എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മൗലിക കണങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് ആരെല്ലാം? പ്രോട്ടോണ്. അതേപോലെ എഴുതുന്നത് കാണാൻ പറ്റുന്നില്ലല്ലേ, അതാണ് ഞാൻ എപ്പോഴും പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവരെ 3 പേരെയുമാണ് നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് പറയുന്നത്. പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്ന് പറയുന്ന 3 പേരെയാണ് നമ്മൾ ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ അല്ലെങ്കിൽ മൗലിക കണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ എന്ന് പറയുന്നത് കോപ്പർ ആണോ, സിങ്ക് ആണോ, അലുമിനിയം ആണോ, ഇരുമ്പാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം സിങ്കിന്റെ അയിരിന്റെ പേരാണ് കലാമിൻ. സിങ്കിന്റെ അയിരിന്റെ പേരാണ് കലാമിൻ. അയിരുകളുടെ പേരുകൾ ഗംഭീരമായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം പോകേണ്ടത്. അലുമിനിയത്തിന്റെ അയിരിന്റെ പേര് എന്താണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. അത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റും ഉണ്ട്, ക്രയോലൈറ്റും ഉണ്ട്. ക്രയോലൈറ്റും അലുമിനിയത്തിന്റെ അയിരുകളുടെ പേരാണ്. എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ലെഡ് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ പേര് പ്ലംബം എന്നാണ്. പ്ലംബം. ഓക്കെ, അതിന്റെ അയിരിന്റെ പേരാണ് ഗലീന. ഗലീനയുമുണ്ട്, ലിത്താർജുമുണ്ട്. ലിത്താർജും ലെഡിന്റെ അയിരിന്റെ പേരാണ്. മെർക്കുറി Hg യഥാർത്ഥ പേര് ഹൈഡ്രാർജീറം എന്നാണ്. റോമൻ വേർഡാണ്. ഇവന്റെ അയിരിന്റെ പേരാണ് സിന്നബർ എന്ന് പറയും. ഓക്കെ, മെസ്സി എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. മെസ്സി എന്ന് പറഞ്ഞാൽ മെർക്കുറി സിന്നബർ എന്നാണ്. മെർക്കുറി സിന്നബർ മെസ്സി. ഇത് കണ്ടോ, ലെഡ്. അപ്പോ ലെഗിൻസ് ഇങ്ങനെയൊക്കെ കോഡുണ്ട് കേട്ടോ. ലെഗിൻസ്, ലെഡ്, ഗലീന. ഓക്കെ, ഗലീന എന്ന് എഴുതുമ്പോൾ ലീ വരുന്നുണ്ടോ, അവിടെ വെച്ചിട്ടാണ് അടുത്തതിന്റെ പേര് പറയേണ്ടത്. ലിത്താർജ്, അങ്ങനെ പേര് പറയാൻ പറ്റും. തോറിയം TH തോറിയം. മോണോസൈറ്റ്. ഓക്കെ, മോണോസൈറ്റ് തോറിയം മോണോസൈറ്റ്. ഓക്കെ, ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈല്. ഓക്കെ, ഇൽമനൈറ്റും റൂട്ടൈലും ആണ് ടൈറ്റാനിയത്തിൻ്റെത്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. കാർണോലൈറ്റ് യുറേനിയത്തിൻ്റെതാണ്. പിച്ച് ബ്ലെൻഡും കാർണോലൈറ്റും. അലുമിനിയം ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. ലെഡ് ഗലീന ലിത്താർജ്. മെർക്കുറി സിന്നബർ. തോറിയം മോണോസൈറ്റ്. ടൈറ്റാനിയം ഇൽമനൈറ്റ് റൂട്ടൈല്. യുറേനിയം പിച്ച് ബ്ലെൻഡ്, കാർണോലൈറ്റ്. ഇതെല്ലാം ആരുടേതാണ്? യുറേനിയത്തിന്റെ അയിരുകളാണ്. ഒക്കെയാണ് കെമിസ്ട്രിയിലെ നല്ല ഗുണ്ട് ചോദ്യമാണിത്. എപ്പോഴും കെമിസ്ട്രിക്ക് ഒരു എന്താ പറയുക, ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവ ഗണത്തിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് 73ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത്? അലസവാതകങ്ങൾ ഗ്രൂപ്പ് 18ലാണ്. അലസവാതകങ്ങളെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസ്. എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ പറയണം. അത് എത്ര ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത്? പീരിയോഡിക് ടേബിളിനകത്തുള്ള ഗ്രൂപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ 18 ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പ് 1 ഏതാണ്? ഗ്രൂപ്പ് 1 ആണ് ആൽക്കലി ലോഹങ്ങൾ. എഴുതിയാൽ സ്ഥലം തികയോ നോക്കാം. ആൽക്കലി ലോഹങ്ങൾ. ഗ്രൂപ്പ് 2 ഏതാണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ.
ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഗ്രൂപ്പ് 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ, സംക്രമണ മൂലകങ്ങൾ. 13 ബോറോൺ കുടുംബം, ബോറോൺ കുടുംബം. 14 ഗ്രൂപ്പാണ് കാർബൺ കുടുംബം, കാർബൺ കുടുംബം. 15 ഫാമിലിയാണ് നൈട്രജൻ കുടുംബം, നൈട്രജൻ കുടുംബം. 16 ഫാമിലിയാണ് ഓക്സിജൻ ഫാമിലി, ഓക്സിജൻ. 17 ഹാലോജൻ, 17 എന്താണ്? ഹാലോജൻ. 18 ആണെങ്കിൽ നോബിൾ ഗ്യാസ്. എൻ്റെ പൊന്നു പിള്ളേരെ, ഈ നോബിൾ ഗ്യാസ് ആരെല്ലാമാണ് എന്ന് ഓർത്തു വെക്കണം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ആൻഡ് ഓർഗാനിസൺ. ഇത്രയും എലമെന്റുകളെയാണ് നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. നോബിൾ ഗ്യാസുകളിൽ വരുന്ന, നോബിൾ ഗ്യാസുകളുടെ വാലൻസി എന്താണ്? 0 ആണ്. നോബിൾ ഗ്യാസുകൾ ഒരിക്കലും ഇലക്ട്രോണിനെ കൊടുക്കുകയോ നഷ്ടപ്പെടുത്തുകയോ വാങ്ങുകയോ ചെയ്യില്ല. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തുകയോ വാങ്ങുകയോ ചെയ്യാത്തവരാണ് നോബിൾ ഗ്യാസുകൾ എന്നതുകൂടി ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് 74 ചോദ്യത്തിലേക്കാണ് കടന്നു പോകേണ്ടത്. 74 ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 74 ചോദ്യം എന്താണെന്ന് നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ തരികൾ ചൂടാക്കിയാൽ എന്ത് വാതകമാണ് ഉണ്ടാകുന്നത് എന്നതാണ് ചോദ്യം. പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എങ്ങനെയാണ് എഴുതുന്നത്? KMnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റിന് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ചൂടാക്കിയാൽ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്ന് പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടും, മാംഗനീസ് ഡയോക്സൈഡ് കിട്ടും. അലോങ് വിത്ത് ദാറ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഓക്സിജൻ. 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഓക്സിജൻ, അതായത് നോൺ മെറ്റൽ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ലബോറട്ടറിയിൽ ചൂടാക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ ആണ് കിട്ടുന്നത്. ഓക്കെ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഓക്സിജൻ. ഓക്സിജൻ കണ്ടുപിടിച്ച ആളുടെ പേര് ചോദിച്ചാൽ എന്ത് പറയാം? ജോസഫ് പ്രീസ്റ്റ്ലി എന്ന് പറയാം. ജോസഫ് പ്രീസ്റ്റ്ലി, പ്രീസ്റ്റ്ലി, ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഇനി ശുദ്ധജലം എന്താ പറയുക, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം, ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏതെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണെന്ന് പറയാം. ഓക്സിജൻ കണ്ടുപിടിച്ച ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന, എന്താണ്? ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന എന്താണ് മൂലകം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം ഏത് പറയണം? ഓക്സിജൻ എന്ന് പറയണം. ഈ ഓക്സിജനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ജീവവായു അല്ലെങ്കിൽ പ്രാണവായു. കത്താൻ സഹായിക്കുന്നതും ആര് തന്നെയാണ്? കത്താൻ സഹായിക്കുന്ന വാതകം ആരാണ്? കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ എന്ന് പറയുന്നതാണ്. ഈ ഓക്സിജന് പേര് കൊടുത്ത ആളിന്റെ പേര് ചോദിച്ചാൽ ജോസഫ് പ്രീസ്റ്റ്ലി എന്ന് പറയരുത്, ലാവോസിയെ. ലാവോസിയെയാണ് ഓക്സിജന് പേര് നൽകിയത്. ജീവവായു എന്നും പ്രാണവായു എന്നും കത്താൻ സഹായിക്കുന്ന വാതകം എന്നുമൊക്കെയാണ് ഓക്സിജൻ അറിയപ്പെടുന്നത്. ഓക്സിജന്റെ ഡൈ അറ്റോമിക് ആണ് നമ്മൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്സിജന്റെ ട്രൈ അറ്റോമിക് ആണ് ഓസോൺ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഓസോൺ എന്നറിയപ്പെടുന്നത് ഓക്സിജന്റെ ട്രൈ അറ്റോമിക് ആയിട്ടുള്ള ഫോം ആണ്. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അടുത്ത ചോദ്യം 75. വേട്ടക്കാരൻ നക്ഷത്രത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണ്? ഉത്തരം തിരുവാതിര ആണ് എന്ന് തോന്നുന്നു അല്ലെ? തിരുവാതിര. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവാതിരയാണ്. തിരുവാതിരയാണ് ശരിയായ ഉത്തരം കേട്ടോ. തിരുവാതിരയാണ്. വേട്ടക്കാരൻ നക്ഷത്രത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് കാണപ്പെടുന്ന നക്ഷത്രം ഏതാണെന്ന് വെച്ചാൽ തിരുവാതിര. അതായത് പണ്ട് ഈ മരുഭൂമികളിലൂടെയും അതേപോലെ തന്നെ മരുഭൂമികളിലൂടെയും അതുപോലെ തന്നെ കടലിലൂടെയൊക്കെ സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണ് ഏതെന്ന് പറയുന്നത്? വേട്ടക്കാരൻ. അപ്പൊ വേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ മണലിലൂടെയൊക്കെ പോകുമ്പോൾ, കടലിലൂടെയൊക്കെ പോകുമ്പോൾ ചുറ്റും നമുക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്കുകളൊന്നുമില്ല. അപ്പൊ ഈ നക്ഷത്രങ്ങളെ നോക്കിയിട്ടാണ് നമ്മൾ ദിശ അറിയാനായിട്ട് ഉപയോഗിക്കുന്നത്. അത്തരം നക്ഷത്രങ്ങളാണ് വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഓക്കെ, വേട്ടക്കാരന്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ഇനി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ
ഈ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്താണ് കാണപ്പെടുന്നവയാണ് ഈ കാശ്യപി എന്ന് പറയുന്ന ഒരു സംഭവം, നക്ഷത്രം. കാശ്യപി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കാണപ്പെടുന്നവയാണ് കാശ്യപി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത്. ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞാൽ ബിഗ് ഡിപ്പർ എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ കിട്ടുന്ന നക്ഷത്ര കൂട്ടങ്ങളെയാണ് ബിഗ് ഡിപ്പർ എന്ന് പറയുന്നത്. ബിഗ് ഡിപ്പർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ തവി എന്നാണ്. ഓക്കെ, ഇവയെ പണ്ട് ഭാരതീയര് സപ്തർഷികൾ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യം ഒന്ന് ഓർത്ത് വെക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന്, ചന്ദ്രൻ ഭൂമിയുടെ ആരാണ്? ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണം? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് 27 ദിവസം വേണം. ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ 27 ഡേയ്സ് എടുത്തിട്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റുന്നത്. അതേ സമയമെടുത്താണ് ഒരു തവണ ഭ്രമണം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രമാണ് ഭൂമിക്ക് എപ്പോഴും അഭിമുഖമായി വരുന്നത്. അതിന്റെ റീസൺ ഇതാണ്. ഓക്കെ, 27 ഇത് മറന്നു പോകരുത്, ഈ ഒരു നമ്പർ മറക്കരുത്. 27 എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്തത് 27. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? എഴുതുവിട്ട അമ്പിന്റെ ചലനം, അത് ദോലനമല്ല. ജെയിൻ വീലിന്റെ ചലനം, ജെയിൻ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്, അതല്ല. റോക്കറ്റിന്റെ ചലനം മുകളിലോട്ടല്ലേ പോകുന്നത്. ഊഞ്ഞാല് പോയിട്ട് തിരിച്ചു വരികയല്ലേ, ഇങ്ങനെയല്ലേ ഊഞ്ഞാല് പോകുന്നത്? ഇങ്ങനെ ഒരു ആട്ടമല്ലേ അല്ലെ? അപ്പം ഊഞ്ഞാലിന്റെ ചലനമാണ് ദോലനം, അല്ലെ ഓസിലേഷൻ എന്ന് പറയും. ദോലനം എന്ന് പറയുന്നത് ഊഞ്ഞാലിന്റെ ചലനമാണ്. ദോലനത്തിന് വേറെ എക്സാമ്പിൾ ഏതാണ്? ഇതൊരു ക്ലോക്കിന്റെ പെൻഡുലം ആണ് എങ്കിൽ അതും ഈ ഒരു ഡയറക്ഷനിലല്ലേ സഞ്ചരിക്കുക, അല്ലെ? അപ്പം ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? ദോലനമാണ്. അതുപോലെ തന്നെ തൂക്കിയിട്ട തൂക്കുവിളക്ക്, ഒരു തൂക്കുവിളക്ക് ഇങ്ങനെ നാടിയാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ കമ്പനത്തിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ പറയണം കമ്പനം. ഓക്കെ, എന്താണ് കമ്പനം എന്ന് ചോദിച്ചാൽ പറയണം ദ്രുതഗതിയിലുള്ള വളരെ പെട്ടെന്നുള്ള ദോലനങ്ങളെ വിളിക്കുന്ന പേരാണ് കമ്പനം. ഓക്കെ, വളരെ പെട്ടെന്നുള്ള ദോലനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പനം എന്ന് പറയും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏതെല്ലാം? വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം കോൺകേവ് പറ്റൂല. വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇവയൊന്നുമല്ല, ഇതൊന്നും ശരിയല്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്നതൊന്നും തന്നെ ഇതിന്റെ സവിശേഷത കോൺകേവ് ദർപ്പണവുമായിട്ട് ബന്ധമുള്ളതല്ല. കോൺകേവ് ദർപ്പണവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. അതായത് കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിഫലന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ്. അതായത് ഇങ്ങനെ ഒരു കോൺകേവ് വരയ്ക്കുമ്പോൾ ഇതൊരു കോൺകേവ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഈ പാർട്ടിലോട്ടാണ്. ഇതാണ് കോൺകേവ്. കേവ് കുഴിയാണ്. ഓക്കെ, യഥാർത്ഥ പ്രതിബിംബമാണ് ഇവിടെ കിട്ടുന്നത്. യഥാർത്ഥ പ്രതിബിംബം കിട്ടുന്നവരെയാണ് കോൺകേവ്. നിവർന്ന പ്രതിബിംബം കിട്ടും. നിവർന്നതും വലുതുമായ പ്രതിബിംബമാണ് കിട്ടുന്നത്. എപ്പോഴും വലുത് കിട്ടും. കോൺകേവ് ദർപ്പണത്തിന്റെ പ്രത്യേകത നിവർന്ന പ്രതിബിംബം കിട്ടും, വലിയ പ്രതിബിംബം കിട്ടും, യഥാർത്ഥ പ്രതിബിംബം കിട്ടും.
കുഴിഞ്ഞതായിരിക്കും. ഇവിടെ കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുഴിഞ്ഞിരിക്കും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഷേവ് ചെയ്യുമ്പം നമ്മുടെ മുഖമൊക്കെ ഒന്ന് വലുതായിട്ട് കാണണം. അപ്പം ഷേവിങ് മിററായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ടോർച്ച് ലൈറ്റിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്. സോളാർ കുക്കറിൽ ഉപയോഗിക്കാറുണ്ട്. മേക്കപ്പ് മിററിൽ ഉപയോഗിക്കാറുണ്ട്. മേക്കപ്പ് അപ്പം വലുതായിട്ട് കാണേണ്ട സ്ഥലങ്ങളിലൊക്കെയാണ് സാധാരണയായി കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. വലിയ ഇമേജ് ഉണ്ടാക്കാനുള്ള കഴിവാണ് ഇവരുടെ ഈ കോൺകേവിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ് ഇതിനെ ഇവിടെ ഉപയോഗിക്കുന്നത്. കോൺകേവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കോൺവെക്സ് എവിടെ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കാറുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകളിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ റിയർ വ്യൂ നമ്മൾ ഈ വാഹനങ്ങളിൽ കണ്ടിട്ടില്ലേ, റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കാറുണ്ട്. സൺഗ്ലാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഈ ദർപ്പണം. ഓക്കെ, അപ്പം കോൺകേവ് ദർപ്പണം ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇത് കോൺവെക്സ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സ്ട്രീറ്റ് ലൈറ്റ്, റിയർ വ്യൂ മിറർ, സൺഗ്ലാസ് നിർമ്മിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായി ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ഖരവസ്തുക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാലനം എന്ന് പറയുന്നത് ഖരവസ്തുക്കളിൽ തന്മാത്രകൾ സഞ്ചരിക്കുന്നില്ല, തന്മാത്രകളുടെ കമ്പനം കൊണ്ടാണ് വസ്തുക്കൾ ചലിക്കുന്നത്. സംവഹനമാണ് ഉത്തരം. അതായത് തന്മാത്രകളുടെ ചലനം കൊണ്ട് താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് സംവഹനം. തന്മാത്രകൾ ചലിക്കുന്നതിലൂടെ താപം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതാണ് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്ന് പറയുന്നത്. എന്നാൽ ഒരു മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം ഒരു സ്ഥലത്തു നിന്ന്, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപം എത്തുന്നത് വികിരണം, അതിനെ റേഡിയേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ബി ആണ്. ഓക്കെ, ഖരവസ്തുക്കളിൽ ചാലനം നടക്കുമ്പോൾ ദ്രാവക വസ്തുക്കളിലാണ് ഈ സംവഹനം നടക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL, ഇത് BPL എന്നാണ് വരേണ്ടത്, BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. വയോമധുരം പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമേഹ രോഗികൾ, ഷുഗർ വന്ന പേഷ്യൻസ് ഉണ്ട്, അങ്ങനെ BPL വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് വീട്ടിൽ വെച്ച് തന്നെ ഗ്ലൂക്കോസിന്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോമീറ്റർ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പേരാണ് വയോമധുരം പദ്ധതി എന്ന് പറയും. ഇതുപോലെ ഒന്ന് രണ്ട് പദ്ധതികളെ നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. അതായത് മിഠായി എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. 2-3 പദ്ധതികൾ പറഞ്ഞു തരാം. ഇത് ടൈപ്പ് 1 പ്രമേഹം വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കാണ്. അതാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. കുട്ടികൾക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ, കേരള സാമൂഹിക സുരക്ഷാ മിഷനും ആരോഗ്യ വകുപ്പും ചേർന്നുള്ളൊരു പദ്ധതിയാണ്. ഓക്കെ, പദ്ധതിയാണ് മിഠായി. ടൈപ്പ് 1 പ്രമേഹം വന്നിട്ടുള്ളവർ, ഇൻസുലിനുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഈ ഡയബറ്റിസ് മെല്ലിറ്റസ് പറയുന്നത്. അതുപോലെ ആവാസ് എന്ന് പറയുന്ന വേറൊരു പദ്ധതിയുണ്ട്. ആവാസ് അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ച ഒരു ചികിത്സാ പദ്ധതിയാണ് ആവാസ്. ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിന്ദി വാക്ക് പോലെ തോന്നുന്നുണ്ടല്ലേ ആവാസ്. അപ്പൊ ആവാസ് എന്ന് പറയുമ്പം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആവാസ്. താലോലം എന്ന് പറയുന്നത് എന്ത് പദ്ധതിയാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് താലോലം, ആ കുഞ്ഞു പാട്ട് അതാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ വന്നാൽ അവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത്. അതുപോലെ ആർദ്രം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താണ് ആർദ്രം എന്ന് പറഞ്ഞാൽ? ഭയങ്കരമായിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള ചികിത്സ, അത് മിതമായ നിരക്കിൽ നൽകുന്ന ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കി നൽകാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം. ഓക്കെ, അതുപോലെ തന്നെ ആശ്വാസകിരൺ എന്താണെന്ന് ചോദിച്ചാൽ പറയണം. പൂർണ്ണമായും നടക്കാനോ എഴിക്കാനോ ഒന്നും വയ്യാത്ത ശയ്യാവലംബരായ അവരെ പരിചരിക്കുന്നവർക്ക് അവരെ ഈ ഒട്ടും നടക്കാൻ വയ്യാത്തവരെയൊക്കെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രതിമാസം ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി.
കേരളത്തിന്റെ ഒരു ആരോഗ്യക്ഷേമ പദ്ധതിയാണ് ഈ പറയുന്നത് ആശ്വാസകിരൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, ഏകദേശം 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ പഠിച്ചെടുത്തത്. 80 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് തീർത്തും ചെറുതല്ലാത്ത നല്ലൊരു ചോദ്യശേഖരമാണ്. കഴിഞ്ഞ 4 പ്രധാനപ്പെട്ട ക്ലാസ്സുകളിലൂടെ നമ്മൾ സയൻസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമേഖലകളെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും 20 ചോദ്യങ്ങൾ, 2023 നടന്ന മറ്റൊരു പരീക്ഷയിലെ 20 ചോദ്യങ്ങളും അതിൻ്റെ വ്യക്തമായ എക്സ്പ്ലനേഷൻ നമുക്ക് കേൾക്കാം. നിങ്ങൾ എൻ്റെ ഈ ചാനലിനോടൊപ്പം, എൻ്റെ ഈ ഹാജാസ് ക്ലാസ്സസ് എന്ന ആപ്ലിക്കേഷനോടൊപ്പം നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കോഴ്സുകൾ, പുതുതായി തുടങ്ങാനിരിക്കുന്ന കോഴ്സുകൾ, ഡിഗ്രി ലെവൽ കോഴ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ കോഴ്സിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ 9950270774 എൻ്റെ നമ്പർ തന്നെയാണ്, പേഴ്സണൽ നമ്പർ തന്നെയാണ്. ഈ നമ്പറിൽ വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും സമ്മതമാണ്, പൂർണ്ണമായും താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സിലേക്ക് വരിക. ഇതിൻ്റെ കാര്യങ്ങൾ എന്നെ പേഴ്സണലായി തന്നെ വിളിച്ച് അന്വേഷിക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.